ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ബേബി ക്യാബേജ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി കുറച്ച് ബേബി ക്യാബേജ് എടുത്തു വെച്ചു. ഇനി ഇതിൻ്റെ ഈ ലാസ്റ്റ് ലെയറൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. വലിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഞാനിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗൾ ഫ്രോസൺ പീസാണ്. പിന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു 2-3 ചെറിയ സവാള അരിഞ്ഞെടുത്തു. 4-5 പച്ചമുളക് എടുത്തു. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞു വെച്ചു. ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം മുളകിട്ട് കൊടുക്കുക. ഇനി ഈ മുളകൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റിയിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബേബി ക്യാബേജ് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് ഒരു 1-2 മിനിറ്റോളം ഇളക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വാടിക്കൊട്ടും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിക്കാം. ഇനിയൊരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് അടച്ചിടുക. മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ഏകദേശം വെന്ത് റെഡിയായിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിനി ഇതിൽ തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അപ്പത്തിനോടും ഇടിയപ്പത്തിനോടും ചപ്പാത്തിയോടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.